കുറെ ആൾക്കാർ, ഇവിടുത്തെ നാട്ടുകാരുണ്ട്. ഇവിടെ അവരുടെയൊക്കെ സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളാണ്. ഇവിടെ ഇപ്പോൾ എന്താ അവസ്ഥ? ഇവിടെ ഒരുപാട് പേര് ഇപ്പോഴും ഈ മണ്ണിനടിയിലുണ്ടോ? അതെ, രക്ഷാപ്രവർത്തനം സജീവമായി നടക്കുന്നുണ്ട് മുകൾ ഭാഗത്തൊക്കെ. ഇന്നലെ നമ്മൾ ഇവിടുന്നൊക്കെ ഇറ്റാച്ചി വെച്ച് 3-4 ബോഡികൾ ഇവിടുന്നൊക്കെ എടുത്തിരുന്നു. എന്നാൽ ഇതാ തൊട്ടപ്പുറത്ത് അവിടെ എല്ലാം വന്ന് അടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ അടഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ബോഡി ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ഫാമിലിയിൽ 12 ആളുകൾ മൊത്തം മിസ്സായിട്ടുണ്ട്. അതിൽ 3 ആളുകളെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ബാക്കി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഭാഗത്തൊക്കെ ബോഡികളുണ്ട്. അതേപോലെ മുകളിൽ ആ സ്കൂളിൽ ഇതേപോലെ വന്ന് അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് ശരിക്ക് രക്ഷാപ്രവർത്തനം എത്തിയിട്ടില്ല. നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഞങ്ങൾക്ക് 3 വയസ്സായ ഒരു മകളടക്കം ഒരുപാട് ആളുകൾ മിസ്സിംഗ് ആണ്. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. മുകളിൽ നിന്ന് ഒലിച്ചു വന്ന ആളുകളാണ് ഇവിടെയൊക്കെ കിട്ടിയിട്ടുള്ളത്. ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ടൈം ഉണ്ടായ സമയത്ത് ഇവിടെ നിന്നൊക്കെയുള്ള ആളുകൾ ഒരുപാട് പുറത്തേക്ക് പോയി. അതാണ് ഇവിടെ ഉള്ളൊക്കെ ആളുകൾ കുറെ രക്ഷപ്പെട്ടത്. എന്നാലും പല ആളുകളും ഇവിടെ നിന്നൊക്കെ പെട്ടിട്ടുണ്ട്. മുകളിലെ ഉരുൾപൊട്ടൽ, അതായത് രണ്ടാമത് പൊട്ടിയ ഉരുളിൽ വന്ന ആൾക്കാരാണ് ഒലിച്ച് ഇവിടെ പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഫസ്റ്റ് ഉരുൾപൊട്ടിയ സമയത്ത് ഇവിടെയുള്ള ആളുകൾ, ടൗൺ പ്രദേശത്തുള്ള ആളുകളൊക്കെ പുറത്തേക്ക് പോയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ഇവിടെ ഒന്നാകെ വന്ന് അടിച്ചു വീശി. ഈ കാറുകളൊക്കെ ഷാജു, കാറിന്റെ ഒക്കെ ദൃശ്യങ്ങളിലേക്ക് പോകാം. കാറ് ഒക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം മുകളിൽ നിന്ന് വന്ന കാറുകൾ. അതെ, കാറ്, ജീപ്പ്, അതിന്റെ അപ്പുറത്ത് കാറുണ്ട്. അത് ഒരുപാട് മെറ്റീരിയൽ, ഓരോ വീടുകളിൽ നിന്ന് ഒലിച്ചു വന്നിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽ എല്ലാം അവിടെ നിൽക്കുന്നുണ്ട്, കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ അടിഞ്ഞുകൂടി കിടക്കുന്ന സ്ഥലത്ത് തിരച്ചിൽ നടത്തിയാൽ ശരീരങ്ങൾ ഉണ്ടാകും, ഒരുപാട് പേരുണ്ടാവും. ഒരുപാടുണ്ടാവും എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഇപ്പൊ പറയുന്ന എണ്ണത്തിലൊന്നും അല്ല ഉള്ളത്. അത്രയും വീടുകൾ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 300-ലേറെ വീടുകൾ, 400ഓളം വീടുകൾ എന്നാണ് ഇവിടുത്തെ നാട്ടുകാരായ ആളുകൾ പറയുന്നത്. അപ്പോ അത്രയും ആളുകൾ ഇവിടെ തന്നെ 400 വീടുകൾ ഉണ്ടായിരുന്നു മൊത്തം. അല്ലെ, മുകളിൽ നിന്നേ വന്നിട്ടുള്ള മൊത്തം 400ഓളം വീടുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അതിഭയാനകമാണ്. നമ്മളിപ്പോൾ എത്തി എന്ന് പറയുന്നതൊക്കെ വളരെ കുറഞ്ഞ ആളുകളിലേക്ക് മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. രക്ഷാപ്രവർത്തനാണെങ്കിലും രക്ഷപ്പെടുത്തിയ ആളുകളാണെങ്കിലും മരിച്ച് ബോഡി കിട്ടിയ ആളാണെങ്കിലും ബാക്കിയൊക്കെ നമുക്ക് കിട്ടാനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവരെല്ലാം സങ്കടകരമായ അവസ്ഥയാണ്. കാരണം നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം, ഈ പുഴയോട് ചേർന്നാണ് ഈ വീടുകൾ ഉണ്ടായിരുന്നത്. ഒരു വാഹനം ഇരിക്കുന്നത് മുകളിലേക്ക് കയറിയാണ്. അപ്പോൾ അത്രത്തോളം ഫോഴ്സിൽ വെള്ളവും ചെളിയും വന്നിട്ട് ആ വാഹനത്തെ എടുത്ത് ഉയർത്തിയാണ് അവിടേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ ഏതു ഭാഷയിൽ പ്രകടിപ്പിക്കണമെന്ന് നമുക്കറിയില്ല. കാരണം ഓരോ വീടിന്റെ പകുതിയോളം ചെളി മൂടി കിടക്കുകയാണ്. ആ വീടുകളിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നോ എന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ല. ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. കാരണം ഈ JCB ഒന്നും ഇവിടേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇതൊരു ടൗൺ ആയിരുന്നു. ആ ടൗണിലെ മുഴുവൻ കടകളുമൊക്കെ ഷട്ടറൊക്കെ പൊട്ടി തകർന്ന് തരിപ്പണമായി, ഏതാണ്ട് ബോംബിട്ട ഒരവസ്ഥയാണ്. ഇവിടെ ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ സുഹൃത്തുക്കൾ അവരുടെ ഉറ്റവരെ തേടി, സുഹൃത്തുക്കളെയൊക്കെ തേടി അവരെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നറിയാനാണ് അവർ ഈ മഴയത്തും കാത്തു നിൽക്കുന്നത്. ഇപ്പോഴും ചൂരൽമലയിൽ മഴ പെയ്യുകയാണ്. ഈ മഴയൊരു ഭീഷണി തന്നെയാണ്. കാരണം ഇതിനു ചുറ്റും കുറേയധികം മലകളുണ്ട്. ആ മലകളിലൊക്കെ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇതൊരു ജീപ്പാണ്, ഈ ജീപ്പിന്റെ ദൃശ്യമാണ്. ആ ജീപ്പൊക്കെ ഈ ടൗണിലുണ്ടായിരുന്ന ജീപ്പാണ്. താഴെ കണ്ട വാഹനങ്ങളൊക്കെ മുകളിൽ നിന്ന് ഒലിച്ചു വന്ന വാഹനങ്ങളാണ്.